നമസ്കാരം. കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികൾക്ക് കാരണമായി തീരും. ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ഉയർച്ച കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്ക് അത് വിഘ്നമായി തീരും എന്നതാണ് വാസ്തവം. ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കണം, ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടിയാകുന്ന ഒരു കാര്യം അവരുടെ മുൻകോപം തന്നെയാകുന്നു. പെട്ടെന്ന് ദേഷ്യം വരികയും ദേഷ്യത്താൽ പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. മുൻകോപം കടന്ന് വരുന്നതിനാൽ തന്നെ പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിച്ചു എന്ന് വരാം. ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക, കൂടാതെ ഒരു കാര്യവും ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കണം എന്നോ ഇല്ല. അതിനാൽ തീർച്ചയായും മുൻകോപം ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിടിവാശി പലപ്പോഴും വച്ച് പുലർത്തുന്നവരാണ് ഇവർ. പിടിവാശിയാൽ ഇവർ എടുക്കുന്നതായ തീരുമാനങ്ങൾ പോലും തെറ്റിപ്പോകാം. അല്ലെങ്കിൽ പിടിവാശി മൂലം ഇവർക്ക് വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ പോലും നഷ്ടത്തിൽ കലാശിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സൗഭാഗ്യങ്ങൾ പോലും നഷ്ടമാകാം. അതിനാൽ തീർച്ചയായും പിടിവാശി ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു കാര്യം ബന്ധുക്കളുമായുള്ള കാര്യങ്ങളാണ്. ബന്ധുഗുണം നിങ്ങളുടെ ജീവിതത്തിൽ കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധുക്കളെ വിശ്വസിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗുണം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഏത് കാര്യവും ശ്രദ്ധിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിമർശനങ്ങൾ പലപ്പോഴും അനിവാര്യം തന്നെയാണ്. കാരണം പല തെറ്റുകളും വ്യക്തികൾക്ക് സംഭവിക്കാം. എന്നാൽ വിമർശനങ്ങളിലൂടെ ആ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ അത് ഏവർക്കും സഹായകരം തന്നെയാകുന്നു. അതിനാൽ നല്ല വിമർശനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശരിയായ പാത തുറക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. എന്നാൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ഇവർക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല. മറ്റുള്ളവർ ഇവരെ വിമർശിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തന്നെ പരാമർശിക്കാം. അതിൻ്റെ പേരിൽ അവരുമായി തർക്കങ്ങളോ കലഹങ്ങളോ ബന്ധങ്ങളിൽ ഉലച്ചിൽ പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. വിമർശനങ്ങൾ അത് ശരിയായ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് സംഭവിച്ചതായ ആ അബദ്ധങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിനും ഉറച്ചു നിൽക്കാത്തതായ പ്രവണത നിങ്ങൾക്കുണ്ട്. പലപ്പോഴും മനസ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. ചിലപ്പോൾ ചില കാര്യങ്ങൾ ശുഭകരമായി തോന്നുകയും പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് മനസ്സ് പോവുകയും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാം. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സ് അതിൽ ഉറപ്പിച്ചു നിർത്തി ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ പലരും ഉയർത്തി എന്ന് വരാം. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ തകർന്നു പോകുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അതിനാൽ ഒരിക്കലും അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരോപണങ്ങളിൽ നിങ്ങൾ തകരാതെ ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോപണങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം പല വ്യക്തികളും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കാം. എന്നാൽ അത്തരം ആരോപണങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ പ്രത്യേകമായ കഴിവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ആരോപണങ്ങളിൽ തകർന്നു പോകാതെ ആ കാര്യങ്ങളെ നേരിടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിജയങ്ങളെ സ്വീകരിക്കാതെ തളർന്നിരിക്കുന്നതായ പ്രവണതയും നിങ്ങൾക്കുണ്ട്.
ഇനി എന്ത് എന്ന് ചിന്തിക്കില്ല. അത് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതായ ഒരു ദോഷകരമായ കാര്യം തന്നെയാകുന്നു. മടി പലപ്പോഴും വില്ലനായി മാറുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ മടിയാൽ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ അത്തരം ചിന്താഗതി നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. മടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അമിതമായി ചിലരെ നിങ്ങൾ സഹായിക്കുന്നതാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അർഹതയുള്ളവരെ തന്നെ സഹായിക്കുവാൻ ശ്രമിക്കണം. ഒരു വ്യക്തിയെ അമിതമായി അയാൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായുള്ള സഹായം, അമിതമായുള്ള സഹായം, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എല്ലാം ആവശ്യത്തിനാണ് ഉത്തമം. അതിനു മുകളിൽ പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. താൻ പറഞ്ഞത് മാത്രം ശരി, മറ്റുള്ളവർ പറഞ്ഞത് തെറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ മുഖവിലക്കെടുക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനും ഒപ്പം നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പിന്തുണ പോലും നഷ്ടപ്പെടുന്നതിനും കാരണമായി തീരും. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം. നിങ്ങൾ പറയുന്നത് മാത്രമല്ല ശരി എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവർക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ തിരിച്ചടികൾ വന്നു ചേരാം. എതിർക്കുന്നവർ ശത്രുക്കളായി മാറും. പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുന്നതാണ്. എന്നാൽ ഈ എതിർപ്പ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഇത്തരത്തിൽ എതിർപ്പ് ഉന്നയിക്കുകയാണ് എങ്കിൽ അവരെ നിങ്ങൾ ശത്രുക്കളായി കണക്കാക്കുന്നു എന്നതാണ് വാസ്തവം. അവരിലെ ശരി, അവർ പറഞ്ഞതിലെ ആ ശരി നിങ്ങൾ മനസ്സിലാക്കണം എന്നില്ല. അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തുടർന്നും ഇത്തരം കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടെയുള്ളവരെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതായ അവസ്ഥ, സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരം ചെയ്യില്ല എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം. പലപ്പോഴും പല വ്യക്തികളും ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും, ഉപകാരങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ടാകും. എന്നാൽ പിന്നീട് അവരെ തിരിഞ്ഞു നോക്കില്ല, അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ നിങ്ങൾ മറന്നു പോകുന്നു എന്നതും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു തെറ്റാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ഉപകാരം ചെയ്യുന്നവരെ ഒരിക്കലും നിങ്ങൾ മറക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അവരെ ഒപ്പം നിർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലപ്പോഴും ചിട്ടയില്ലാത്ത ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. ചിട്ടയോടെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് തുടർന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തേടിയെത്തുവാൻ സഹായകരമായി തീരുക. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. തീരുമാനങ്ങളിൽ പലപ്പോഴും ഉറച്ചു നിൽക്കുന്നില്ല എന്നതും നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം തന്നെയാണ്. അതിനാൽ തീരുമാനം എടുക്കുകയാണ് എങ്കിൽ ശ്രദ്ധിച്ച് ഉറപ്പോടെ നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാകുന്നു. ശേഷം ആ തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. തുടർന്നുള്ള ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളെ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും ഉയർച്ചയും കടന്ന് വരിക തന്നെ ചെയ്യും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പോലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്.